ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ തംബ്ലയും കണ്ടു വന്ന മക്കളായിരിക്കും. മക്കൾ ഒരൊറ്റ കാര്യം പറയുന്നു, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണോ വരുന്നത് ആ ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളെ, ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. മാത്രമല്ല, ലൈക്ക് അടിക്കാൻ വേണ്ടി മക്കൾ മറക്കരുത്. സോ നമുക്കറിയാം, ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ ചാപ്റ്റർ. എങ്ങനെ പഠിക്കണം, എവിടെ വരെ പഠിക്കണം എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഡൗട്ട് ഉണ്ടാവും. ആദ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പേജ് നമ്പർ 75 വരെ എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. അതുവരെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. സോ അതുവരെ എൻ്റെ മക്കൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി പഠിക്കണം. സോ എന്തൊക്കെയാണ് ഇതിന് ക്വസ്റ്റ്യൻസ് വരിക നമുക്ക് അറിയേണ്ടത് അതാണ്. ഈ ചാപ്റ്റർ കുറേ ആൾക്കാർ പഠിക്കുന്ന സമയത്ത് അറിയാത്ത ഒറ്റ കാര്യം തരും, ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയൊക്കെയാണ് അറിയാത്ത ഒരുപാട് മക്കളുണ്ടാവും. മക്കളെ, അത് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. മാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് കൃത്യം 7 മണിക്ക് ഒരു ലൈവ് ഉണ്ട്. 7 മണിക്ക് ഇതിലെ മൊത്തം ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്, അതും എൻ്റെ മക്കള് മറക്കരുത്. സോ നമ്മൾ ചാപ്റ്ററിൽ കിടക്കാൻ വേണ്ടി പോവാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. നമുക്കറിയാം, നമ്മളെ ഭരണഘടന എന്താണെന്ന് പഠിച്ചു വെക്കണം. അതേപോലെ അധികാര വിന്യാസങ്ങൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇതിൽ എന്തൊക്കെ പഠിക്കണം. എന്നാൽ പിന്നെ നമ്മൾ സിമ്പിൾ ആയല്ലോ. നോക്കിക്കോളി, ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഈ 4 പോയിന്റ്സ് ആണ്. ഒന്നാമത് പഠിക്കേണ്ടത് എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അതേപോലെ നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവന്നതോടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പവർ ഉണ്ടായതും കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ ആരംഭിച്ചതും. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നിർമ്മിച്ചത്, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം. മക്കളെ, ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പിന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കീറി മുറിക്കുകയാണ്. അതാണ് ഇവിടെ ആരംഭിച്ചത്. ഒരു കീറി മുറിച്ചതിന് ശേഷം എന്താണ് അതിലെ ഫെഡറലിസം, അതിലെങ്ങനെയൊക്കെയാണ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ലെജിസ്ലേറ്റീവ്സിന് എന്തൊക്കെ, എക്സിക്യൂട്ടീവിന് എന്തൊക്കെ, ജുഡീഷ്യറിക്ക് എന്ത്. ഈ 4 കാര്യങ്ങൾ പഠിച്ച ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ചാപ്റ്റർ അത്രയും സിമ്പിളാണ്. നോക്കിക്കൊള്ളിട്ട് മക്കളെ, നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കാൻ എൻ്റെ മക്കൾ മറക്കരുത്. ആദ്യം തന്നെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യനാണ് വരാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളെ പാഠപുസ്തകത്തിൽ ആ ക്വസ്റ്റ്യൻ നിന്നിട്ടുണ്ട്. ഇങ്ങനൊരു ചിഹ്നം കണ്ട എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങളെ പാഠഭാഗത്തിന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുള്ളത്. മക്കളെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. ജവഹർലാൽ നെഹ്റു പ്രസംഗം നടത്തിയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ, കുറേ ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെന്നെ ക്വസ്റ്റ്യനിൽ തന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കട്ടെ നമുക്ക്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഒരുപാട് ജസ്റ്റിസ് ഉണ്ട്, പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ജസ്റ്റിസ്. അതേപോലെ തന്നെ അവസര സമത്വം അഥവാ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, നിയമത്തിന് മുന്നിലുള്ള സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ, അതേപോലെ നിയമത്തിനും പൊതു ധാർമ്മിക വിധേയമായ സംസാരം, ഫണ്ടമെന്റൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആവിഷ്കാരം. പിന്നെ എന്ത് ജസ്റ്റിസ് കൊടുക്കുക, സോഷ്യൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ കാര്യം ആര് തന്നിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയത്തിൽ വന്നിട്ടുണ്ട്. മക്കൾ, ഒരു 2 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മക്കൾ, അത് കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഇതാണ് നിങ്ങൾക്ക് ലക്ഷ്യപ്രമേയത്തിൽ പഠിക്കേണ്ടത്. സോ ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ചോദിക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതകൾ എന്തെല്ലാന്നാ. ഒരുപാട് സവിശേഷതകളുണ്ട്. ഓരോ സവിശേഷതകൾ കൃത്യമായിട്ട് മക്കൾ ഈ പേരുകൾ പഠിച്ചു വെക്കുക. ഒന്നാമതാണ് നമ്മളുടെ ലാർജ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏകദേശം മക്കളെ 500,000 50 ലക്ഷത്തോളം അല്ലെങ്കിൽ 1.5 ലക്ഷത്തോളം, സോറി 50 അല്ല 1.5 ലക്ഷത്തോളം വരികളുള്ള ഒരു വലിയൊരു ഭരണഘടന തന്നെയാണ് നമ്മളെ ഭരണഘടന. അല്ലെങ്കിൽ താങ്കളല്ലേ, നമ്മളുടെ ഭരണഘടന എന്താണ്, ഏറ്റവും വലിയ ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്, ഒരു സവിശേഷതയാണ്. മാത്രമല്ല നമ്മൾ സവിശേഷത അടുത്തതാണ്, നമ്മൾ എന്ത് സിസ്റ്റമാണ് മക്കളെ, പാർലമെന്ററി ഡെമോക്രസി ആണ്, അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിയമനിർമ്മാണത്തിന് അംഗങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക, ലെജിസ്ലേച്ചേഴ്സ് ഉണ്ടാവുക. ആ ലെജിസ്ലേച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുക, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. ലെജിസ്ലേറ്റർ കൺട്രോൾ ദ എക്സിക്യൂട്ടീവ്, അതിനാണ് പാർലമെന്ററി സമ്പ്രദായം എന്ന് പറയുക. മാത്രമല്ല നമ്മൾ അടുത്ത പ്രത്യേകതയാണ്, നമ്മളുടെ എന്താണ്, ഭയങ്കര ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ്. അഥവാ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാനും പ്രത്യേകം കഴിയും. അഥവാ നിയമങ്ങളുണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ എല്ലാ നിയമങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും ഇല്ല. ചിലത് റിജിഡായിരിക്കും, ദൃഢമായിട്ടുള്ളതായിരിക്കും. ചിലത് നമുക്ക് മാറ്റാൻ പറ്റും. അത് നമ്മളെ ഭരണഘടന അടുത്തൊരു സവിശേഷതയാണ്. അതേപോലെ അടുത്തതാണ് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങൾ. അതേപോലെ തന്നെ വരുന്നതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അഥവാ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. അതേപോലെ ശക്തമായൊരു ഫെഡറലിസം പറഞ്ഞ സാധനമുണ്ട്. ഇതൊക്കെ കൃത്യമായുള്ള പേരുകൾ പഠിച്ചു വെക്കാം. മക്കളെ, ഇത് കുറേ എണ്ണം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതെന്ത് ചെയ്യാറിയോ, നിങ്ങളിത് പഠിക്കാൻ ഞാനൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം. നിങ്ങളിവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാം, ഭരണഘടന എഴുതാം, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാം. ഒന്നാമത്തെ 3 പോയിന്റ് അടുപ്പിച്ച് പഠിച്ചു വെക്കുക. ഒന്നാമതാണ് ഏറ്റവും വലിയ ഭരണഘടന, ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ പ്രത്യേകതയാണ് ഏറ്റവും വലിയ ഭരണഘടനയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാർലമെന്ററി സമ്പ്രദായമാണ്.
പാർലമെന്ററി സമ്പ്രദായം. മൂന്നാമത്തെ പ്രത്യേകതയാണ് നമ്മളുടെ എന്താണ്, ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ്. ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ്, അയവുള്ളതുമാണ്. സോ ഇതൊരു ടീമായിട്ട് പഠിക്കാം. അപ്പം ഏറ്റവും വലിയ ഭരണഘടന പാർലമെന്ററി സമ്പ്രദായമുണ്ട്, ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ്, മനസ്സിലാക്കി വെക്കുക. അടുത്ത് നമുക്കൊരു നാണയം ആലോചിച്ചാൽ മതി. ഭരണഘടന നാണയം എന്നറിയപ്പെടുന്നത് ഒരു ഭാഗത്ത് ഏത് വരും, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയും. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതേപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇതിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. ഇതേപോലെ നമുക്ക് നൽകുന്ന കുറച്ച് തത്വങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയാം. അപ്പം ഇതൊരു ടീമായിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പഠിച്ചേക്കുക. അപ്പോൾ 6 പോയിന്റ് പഠിച്ചല്ലോ. പിന്നെ ഇതിലൊന്നും വരാത്ത അല്ലെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഏത് മക്കളെ, ഫെഡറലിസം എന്ന് പറയുന്നത്. ഫെഡറലിസം എന്ന് പറയുന്നത് ഫെഡറലിസം. അതേപോലെ തന്നെ നമ്മളുടെ എന്ത് ലെജിസ്ലേച്ചറാണ്, ദി മണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അഥവാ ബൈ ക്യാമറലാണെന്ന് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ദി മണ്ഡല നിയമനിർമ്മാണ സഭ. മക്കളെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എനി 3 or 4 ചോദിക്കുക. ഞാൻ ഏകദേശം ഇവിടെ 3 ടീമായി പഠിക്കുക, ഇതൊരു ടീമായി പഠിക്കുക. ഇങ്ങനെ ഓരോ ടീമായി പഠിക്കുമ്പോൾ ചുരുങ്ങിയ പോലെ നിങ്ങൾ ഫീൽ കിട്ടും. ആ രീതിയിൽ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഇതിന് എന്ത് പോയിന്റ്സ് പഠിച്ചു വെക്കുക. ബാക്കി നിങ്ങൾക്ക് ഓൺവേർഡ്സിലെങ്കിലും എഴുതാൻ പറ്റും. സോ ഒരു 8 പറഞ്ഞിട്ടുണ്ട്, 8 പഠിക്കുക. എന്നാൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് 7 ഓർമ്മ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹാളിലെത്തുമ്പോൾ 6 എഴുതാൻ കഴിയുള്ളൂ. എന്നാൽ 5 നിങ്ങൾ കൃത്യമായിട്ട് എഴുതുള്ളൂ. എന്നാൽ 4 ശരിയാവുള്ളൂ. സോ എൻ്റെ മക്കൾ ഇതെന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫ് എന്ന് പറഞ്ഞ സാധനമാണ് ഇന്ത്യൻ ഫെഡറലിസം. ഈ ഇന്ത്യൻ ഫെഡറലിസത്തിന് നിങ്ങൾ ചോദിക്കാൻ 3 ക്വസ്റ്റ്യനാണ്. എന്തൊക്കെ ചോദിക്കാച്ചാൽ, എന്താണ് വാട്ട് ഈസ് ഫെഡറലിസം, എന്താണ് ഫെഡറലിസം, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കും. അടുത്തതാണ് അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഇത് പഠിച്ചാൽ എന്ത് ചെയ്തു, ഇത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇതാട്ടോ. എന്താണ് ഫെഡറലിസം, അതിൻ്റെ സവിശേഷങ്ങൾ എന്തെല്ലാം, ഉദാഹരണങ്ങൾ എന്തെല്ലാം, ഇതാണ് അതിന് പഠിക്കേണ്ടത്. മക്കൾ നോക്കിക്കോളി. ഫെഡറലിസത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് പഠിക്കാം. മറ്റേ പോയിന്റ്സ് നിങ്ങൾ കാണാൻ പഠിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് നിൽക്കില്ല. ഇതാന്ന് ആലോചിച്ചോളൂ കേട്ടോ. നോക്കിയാൽ ഫെഡറലിസം ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ഷെയർ ദ പവർ ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ. ഒന്നും കൂടി പറയാൻ കേട്ടോ. നോക്കി, ഫെഡറലിസം ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ഷെയർ ദ പവർ ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. മലയാളത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാറോ, ഇവിടെ ഒരു ഭരണഘടന എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു കേട്ടോ. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഷെയർ ദ പവർ നമ്മൾ എന്താ പറയും, അധികാരം എന്ന് പറയും കേട്ടോ. അധികാരം എന്ന് പറയും. അധികാരം വിനിയോഗിക്കുന്നതിന് ഫെഡറലിസം എന്ന് പറയും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭരണഘടന ഡെഫിനിഷൻ പഠിച്ചേക്കാം. അപ്പോൾ ഒന്നാമത്തെ പഠിച്ചു. ഇനി അതിൽ സവിശേഷതകൾ എന്തെല്ലാം തന്നിട്ടുണ്ടാവും. ഈ സവിശേഷതകൾ ഒരു 4 or 5 എൻ്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ച് പോകണം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ ചിലത് നോക്കാം. അതിൽ ഒന്നാമതാണ് ഡിവിഷൻ ദ പവർ. സെൻട്രലും സ്റ്റേറ്റിനും പവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പവർ ആർക്കാണ്, മോർ ദ പവർ ആർക്കാണ്, ലെജിസ്ലേച്ചറാണ്. അപ്പോൾ സെൻട്രലും സ്റ്റേറ്റിനും കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. മക്കളെ ഇത് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് മൊത്തം ഒരു കഥയിലൂടെ പഠിക്കാൻ കഴിയും. ഇന്നത്തെ ലൈവിൽ വന്നാൽ മതി, ഞാൻ അത് സെറ്റാക്കി നിങ്ങൾക്ക് അത് പറഞ്ഞു. അടുത്തതാണ് എന്ത് ചെയ്തിട്ടുണ്ട്, മോർ പവർ ആർക്കാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. മോർ പവർ ആർക്കാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ എന്ത് സിസ്റ്റം എന്ന് വിളിക്കുന്നത്, കോസി ഫെഡറൽ സിസ്റ്റം, അർദ്ധ ഫെഡറൽ സംവിധാനം എന്ന് വിളിക്കും. റെഡിയാണല്ലോ. കേന്ദ്ര സംസ്ഥാനത്തിന് അധികാരമുണ്ട്. മോർ അധികാരം ആർക്കാണ്, പ്രധാന അധികാരം കേന്ദ്രത്തിനാണ്. അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. മാത്രമല്ല എന്തുണ്ട്, ഇത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, അഥവാ നിയമത്തിന് എന്തുണ്ട്, സ്വന്തമായിട്ടൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. മാത്രമല്ല കോമൺ ആയിട്ട് എന്തുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. ഒരു പൊതു ഭരണഘടനയുണ്ട്, അത് ഭരണഘടന പരമാധികാരമുള്ളതാണ്. മാത്രമല്ല ഒരു ഫെഡറലിസം, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും സിംഗിൾ സിറ്റിസൺഷിപ്പാണ്, ഏക പൗരത്വമാണ്. മാത്രമല്ല ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മേൽക്കൈ ആർക്കുണ്ട്, നമ്മൾ ഇന്ത്യൻ ഫെഡറലിസത്തിനുണ്ട്. മാത്രമല്ല ദി മണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇതൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷത. മക്കൾ 4 പഠിച്ചു വെക്കുക. പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ഇന്നിൻ്റെ മക്കൾ മറക്കണ്ട. കൃത്യം 7 മണിക്ക് വന്നോ, ഞാൻ അവിടെ പഠിപ്പിച്ചു തരും. സെറ്റാണല്ലോ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുക അധികാര വിഭജനങ്ങളിലെ ലിസ്റ്റുകളാണ്. ഒന്നാണ് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവർ. എക്സാമ്പിൾ കേട്ടോ, ഓരോ അധികാര വിഭജനം കൃത്യമായിട്ട് ലിസ്റ്റുകളാക്കിയിട്ടുണ്ട്. അത് യൂണിയൻ ലിസ്റ്റ് ഏറ്റവും കൂടുതൽ പവർ ആർക്കേക്കും, പവർ ഫോർ യൂണിയൻ ഗവൺമെൻറ് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാവുക.
സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ ഉണ്ടാവുക. ഏതിലേക്ക് നോക്കിയോളി, ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, റെയിൽവേ, ബാങ്കിങ്, സിറ്റിസൺഷിപ്പ്, ഇതിലൊക്കെ അധികാരം യൂണിയൻ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അധികാരം. അതിൽ വേറെ ആൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ഇടപെടാൻ പറ്റില്ല. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ആ സാധനമാണ്. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അധികാരം കേന്ദ്രത്തിനായിരിക്കും. അതിൽ കേന്ദ്രത്തിന് അധികാരമുള്ള ലിസ്റ്റാണ് ഇത് യൂണിയൻ ലിസ്റ്റ്. അതാണ് ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, റെയിൽവേ, ബാങ്കിങ്, സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞത്. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം എന്നൊക്കെ. അതേപോലെ വരുന്ന അടുത്തതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. അവിടെ ആർക്കേക്കും പവർ? യൂണിയൻ ലിസ്റ്റ് സെൻട്രലാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആർക്കാണ്? ഒബ്വിയസ്ലി നമുക്കറിയാം അത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ അധികാരമുള്ള വിഷയങ്ങളാണ്. ഏതൊക്കെ മക്കളെ? അഗ്രികൾച്ചർ, ജയില്, പോലീസ്, ലോക്കൽ ഗവൺമെൻറ്, കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ അതിന് ഏറ്റവും എക്സാമ്പിളുകളാണ്. റെഡിയാണല്ലോ? അപ്പോൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ പങ്കുകൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് പറഞ്ഞാൽ രണ്ടുപേർക്കും, കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും, ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമുള്ള കുറച്ചെണ്ണം ഉണ്ട്. അതിന് എക്സാമ്പിളാണ് എഡ്യൂക്കേഷൻ, ഫോറസ്ട്രി, ട്രേഡ് യൂണിയൻ, അതേപോലെ മാരേജ്, ബർത്ത്, ഡെത്ത് രജിസ്ട്രേഷൻസ് ഒക്കെ അതിന് ഉദാഹരണമാണ്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷനൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇനി രണ്ടാൾക്കും അധികാരമില്ലാത്ത, മേൽ പറഞ്ഞ അധികാരമില്ലാത്ത ഒന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ മാത്രം പഠിച്ചേക്കാം. റെസ്യൂഡറി പവറിന് എക്സാമ്പിളാണ് സൈബർ ലോ. അത്ര മാത്രം പഠിച്ചേക്കാം കേട്ടോ. അപ്പം മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ സെൻട്രൽ, സ്റ്റേറ്റിന്, അതേപോലെ മറ്റേത് ആർക്കൊക്കെയാണ്? കൺകറന്റ് കേന്ദ്രത്തിനും അതേപോലെ സ്റ്റേറ്റിനുണ്ട്. അതെൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇത് പഠിച്ചേക്കാം. സെപ്പറേഷൻ ഓഫ് പവർ. നമ്മളിവിടുത്തെ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? പവർ കൃത്യമായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ അറിയോ, ഒരാൾക്ക് മാത്രം പവർ ആണെങ്കിൽ അവരിവിടെ എന്ത് ചെയ്യുക? രാജ്യഭരണോ അല്ലെങ്കിൽ പട്ടാള ഭരണം കൊണ്ടുവരും. അത് കൊണ്ടുവരാക്കാൻ എല്ലാവർക്കും ഒരേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? വീതിച്ചിട്ടുണ്ട്. നമ്മളെ ഭരണഘടന ആർക്കൊക്കെ വിധിച്ചാൽ ഈ രീതിയിലാണ് വിധിച്ചത്. ഒന്ന്, നിയമനിർമ്മാണ വിഭാഗം, ലെജിസ്ലേച്ചർ. അതാണ് നമ്മുടെ MLA മാര്, MP മാര്, അങ്ങനെ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാർ, മേക്സ് ലോസ്. നമ്മൾ അവർ ഗവൺമെന്റ് ചാപ്റ്റർ പഠിച്ചതാ. പിന്നെ കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്. ഇവരെന്ത് ചെയ്യും? ഈ നിയമം ഉണ്ടാക്കിയത് നടപ്പിലാക്കാനുള്ള ആൾക്കാർ. നീതിന്യായ വ്യവസ്ഥ. ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ, നിയമം ഉണ്ടാക്കുന്നില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള ആൾക്കാരാണ് നീതിന്യായ വിഭാഗം. ഈ മൂന്നാൾക്കാണ് നമ്മൾ എന്ത് ചെയ്ത് ഭരണം എന്ത് ചെയ്തത് കൃത്യമായിട്ട് വേർതിരിച്ചു കൊടുത്തത്. ഇത് നിങ്ങൾക്ക് എക്സാം ചോദിക്കുക ഒറ്റ ക്വസ്റ്റ്യൻ ആട്ടോ മക്കളെ. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ? മക്കളെ ഉറപ്പിച്ചോ, ഒന്നെങ്കിൽ 6 മാർക്ക് 4 മാർക്ക്. ഇതൊന്നും ഷുവറാണ് ക്വസ്റ്റ്യൻ. മക്കളെ ഞാൻ കാണിച്ചു തരാം. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഡിഫറൻറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഞാനൊരു വര വരച്ചു. വലിയത് 4 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഞാൻ അതവിടെ ഇതാട്ടോ, ലോക്സഭ, രാജ്യസഭ. നോക്കിക്കോളെ, ലോക്സഭയിലെ പോയിന്റ്സ് ചെയ്തോ. 543 അംഗങ്ങളാണ് എലക്ട് ചെയ്യുക. 2 ആൾക്കാരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും. 545 ആൾക്കാരെ ടോട്ടൽ ഉണ്ടാവുക. മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 550 ആണ്. മാത്രമല്ല ഇവിടെ എത്ര വർഷമാണ് കാലാവധി? 5 ഇയേഴ്സ് ആണ് ഇവിടെ കാലാവധി. നോക്കിക്കോട്ടോ, ഒക്കെ ഒരു 5ൻ്റെ മേലെ. 542 ആൾക്കാരെ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. 2 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യും. ടോട്ടൽ 545. മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 550 ആൾക്കാരാണ്. 5 വർഷമാണെങ്കിൽ 5 വർഷമാണ് എന്ത് അവിടെ തിരഞ്ഞെടുക്കുക, ഒരു MP തിരഞ്ഞെടുക്കുക. മാത്രമല്ല എത്ര വയസ്സാവണം അറിയോ? എത്ര വയസ്സാവണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 25 വയസ്സാണ്. 25 വയസ്സിന് മുകളിലായാലേ അങ്ങോട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ. റെഡി ആണല്ലോ? മാത്രമല്ല ഈ ഹൗസിനെ നമ്മൾ വിളിക്കുന്നത് അറിയോ? ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് വിളിക്കും. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് അഥവാ ജനപ്രതിനിധി സഭ എന്ന് വിളിക്കും. മാത്രമല്ല ഇത് ലോക്സഭ ലോവർ ഹൗസ് ആണെന്ന് കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ലോവർ ഹൗസ് പറഞ്ഞാൽ അധോ മണ്ഡലമാണെന്ന് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. അധോ മണ്ഡലമാണെന്ന് എന്ത് ചെയ്യുക? എൻ്റെ മക്കളെ മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല ഇതിൻ്റെ പ്രിസൈഡ് ചെയ്യൽ, ഇത് കൃത്യമായിട്ട് നടത്തുന്ന അധ്യക്ഷൻ ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ അത് ആര് തന്നെയാണ്? പ്രിസൈഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്? എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. പ്രിസൈഡ് ചെയ്യുന്നത് നമ്മളെ സ്വന്തം സ്പീക്കറാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ നിങ്ങൾ ലോക്സഭയിൽ മാത്രം എത്ര പോയിന്റ് പഠിച്ചു? 1 2 3 4 5 6 7 8 9. മക്കൾ 4 അല്ലെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലേക്ക് വരണം. റെഡി ആണല്ലോ? ഇനി രാജ്യസഭയിൽ നോക്കട്ടോ. രാജ്യസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? ഇവിടെ 543 ആണെങ്കിൽ ഇവിടെ 238 ആൾക്കാരുണ്ട്. 12 ആൾക്കാരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും. ടോട്ടൽ 250 ആൾക്കാരുണ്ട്. മാത്രമല്ല ഇവിടെ കാലാവധി 6 ഇയേഴ്സ് ആണ്. മാത്രമല്ല ഇവിടെ എത്ര പ്രായം ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ആവണം. എന്ത് ഏജ് ആവണമെങ്കിൽ. ഇവിടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് അറിയണമെങ്കിൽ ഇവിടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടും. അതേപോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്ന അടുത്തതാണ് സ്ഥിരം സഭ, പെർമനന്റ് ഹൗസ് എന്നുകൂടി എന്ത് ചെയ്യും? അറിയപ്പെടും. പെർമനന്റ് ഹൗസ് എന്നറിയപ്പെടും, സ്ഥിരം സഭ എന്നറിയപ്പെടും. ഇത് ലോവർ ഹൗസ് ആണെങ്കിൽ അപ്പർ ഹൗസ് ആണ്, അഥവാ ഉപരിമണ്ഡലം എന്നെന്ത് ചെയ്യും? അറിയപ്പെടും.
ഉപരിമണ്ഡലം എന്നറിയപ്പെടും. മാത്രമല്ല അവിടെ അധ്യക്ഷം വഹിക്കൽ സ്പീക്കർ ആണെങ്കിൽ ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് ഒരു വെറൈറ്റി ആളാണ്. അതാണ് എല്ലാവരും മറക്കരുത്. രാജ്യസഭയിൽ ആരാണ്? വൈസ് പ്രസിഡന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അധ്യക്ഷത വഹിക്കുന്നത്. സോ ഈ പോയിന്റ് ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങളെ മനസ്സിൽ നിൽക്കും. കണക്ഷൻ ചെയ്യുക. കുറേ പഠിക്കുന്ന കൂടുതൽ കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും. സോ ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് കട്ടുകളുണ്ട്. ഇതിലെ ഷോർട്ട് കട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഫെഡറലിസം ഷോർട്ട് കട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇന്ന് 100% ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. മക്കളെ അവിടെ എത്തണം. എൻ്റെ മക്കൾ ഒറ്റ കാര്യം ചെയ്യണം. അത് മാത്രമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ലൈക്ക് അടിക്കുക. മാത്രമല്ല ഈ വീഡിയോ, നമ്മളെ ലൈവിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ലൈക്ക് അടിക്കുക. മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റുകളാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. സോ ഏതൊക്കെയാണ് ഇങ്ങനത്തെ വീഡിയോസ് വേണ്ടത് അതൊക്കെ പറഞ്ഞു നമുക്ക് സെറ്റാക്കി തരും. സോ 15 മിനിറ്റോടെ ഒരു ചാപ്റ്റർ മൊത്തം പഠിപ്പിച്ചു തന്നു. സോ നമുക്ക് കാണാം.